ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയല കൊണ്ടുള്ള ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ അയല മുളകിട്ട മീൻകറി വളരെ രുചിയാണ്, ഊണിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മീൻകറി തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ഫ്രഷ് അയിലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കടായി വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ 10 ചുവന്നുള്ളി അരിഞ്ഞത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി അല്ലിയും അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഇനി ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 2 പൊടികളുടെയും പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതല്പം ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഈ ഉള്ളിയുടെ മിശ്രിതം ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ മിക്സ് നമുക്ക് ഏത് ചട്ടിയിലാണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ആ ചട്ടിയിലേക്ക് മാറ്റാം. ആ മിക്സിയുടെ ബൗൾ കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചാറ് പോരെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കാവുന്നതാണ്. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിനി കറി തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊടിഞ്ഞു പോകാതെ ഇട്ട് കൊടുക്കേണ്ടതാണ്. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം പതുക്കെ ആ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശക്തിയായിട്ട് ഇളക്കി മറിക്കരുത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി ചട്ടിയോടെ എടുത്ത് ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് വീണ്ടും നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇവിടെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അയല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.